ഹാപ്പി സൺഡേ ടു ഓൾ. സൺഡേ ഈസ് എ ഹോളിഡേ അല്ലേ? ഇന്നിപ്പോൾ എന്താ ടോപ്പിക് സംസാരിക്കുകയെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പത്തിലത്തെ കാര്യം തന്നെ ആയിക്കോട്ടെ. ചെറിയ പ്രായത്തിൽ എല്ലാ ഡോട്ടേഴ്സും ഫാദേഴ്സിൻ്റെ പെറ്റ്സ് ആണല്ലോ. മിക്കവാറും അധികം എല്ലാ സ്ഥലത്തും കാണുന്ന അങ്ങനെയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഫാദറിൻ്റെ പെറ്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ശാഠ്യങ്ങളും വാശിയുണ്ടായിരുന്നു. പിണങ്ങിയിരിക്കുക, കരയുക, പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, ചെറിയ ചെറിയ കാര്യത്തിന്. അപ്പം പിന്നെ അത് വന്നിട്ട് പുന്നാരിച്ച് അച്ഛനും അമ്മയും അങ്ങനെയാണല്ലോ. അവർ വന്ന് അത് പുന്നാരിച്ച് അത് സാധിപ്പിച്ച് തന്ന് അങ്ങനെയൊക്കെ ആയി ജീവിച്ചിങ്ങനെ സുഖമായിട്ട് പോകുന്നതാണ് അധികം കുട്ടികളും അല്ലേ? പിന്നെയാണ് കളി മാറുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ അത് അതേ അത് തന്നെ തുടങ്ങാമല്ലോ. അതേപോലെ തന്നെ നാച്ചുറലി അങ്ങനെ തന്നെ ആയിപ്പോവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് പിണങ്ങി കരയും, ഫുഡ് കഴിക്കാണ്ടിരിക്കും. ഒരു കൂസലും ഇല്ല, ഒരു കുലുക്കവും ഇല്ല മൂപ്പര് അറിയുന്നുമില്ല ഞാൻ പിണങ്ങിയെന്ന് അറിയണ്ടേ. അറിഞ്ഞിട്ടേ ഇല്ല. മൂപ്പര് പേപ്പർ വായിക്കും, പുറത്ത് പോവും. ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അത് ചോദിക്കാനും സമയമില്ല. മൂപ്പര് ഭക്ഷണം കഴിച്ചോന്നും ചോദിക്കാൻ സമയമില്ല, കഴിച്ചോന്നും അറിയുന്നില്ല. പിന്നെ എന്താണ് കാര്യം തന്നെ അറിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ തുടർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാത് എൻ്റെ ഫുൾ എനർജി പോകുന്നു, ഒരു കാര്യമില്ല, ഒരു കൂസലും ഇല്ല. അപ്പം പിന്നെ ഞാനത് മെല്ലെ മെല്ലെ നിർത്തി. നിർത്തി. അത് നമ്മൾ വെറുതെ സ്വന്തം എനർജി കളഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പാമ്പർ ചെയ്യാൻ ആൾക്കാരുണ്ടാവുമ്പോഴാണ് നമ്മൾ ചെറിയ ചെറിയ വാശിയും പിണക്കവും സൗന്ദര്യ പിണക്കവും. ഇപ്പോൾ പിന്നെയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അന്നൊന്നും തീരെ ശ്രദ്ധിക്കാനൊന്നും മൂപ്പർക്ക് അറിയില്ലായിരുന്നു. പാവം, അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്നും അറിയണ്ടേ. അത് ഞാൻ പറഞ്ഞില്ലേ, റഫ് ആൻഡ് ടഫ് ആണേതോ. അപ്പോൾ അറിയുന്നേ ഇല്ല ഞാൻ പിണങ്ങിയോ ഞാൻ കരഞ്ഞോ ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആണ്. പിന്നെ അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഇല്ലേ? എൻ്റേത് ഞാൻ ഷെയർ ചെയ്തു. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. എൻജോയ് യുവർ സൺഡേ. ബൈ. കീപ് സ്മൈലിംഗ്.